നമസ്കാരം. IFPHന്റെ 2130 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ്. ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ്. നമുക്കറിയാം, പലരുടെയും ദിനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിനും ദിനങ്ങൾ പ്രൊഡക്റ്റീവാക്കി മാറ്റുന്നതിനും ദിവസങ്ങളെ കുഴപ്പത്തിലാക്കുന്നതിലും എല്ലാം തന്നെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് IFPH ദിവസം പ്രത്യേക പരിപാടിയായിട്ട് ആചരിക്കുന്നത്. ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കേണ്ടത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഉപഭോക്താക്കളാണ് രാജാക്കന്മാർ. ഇവിടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഹോമിയോപ്പതി സ്നേഹികളാണ്. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾക്കാണ് വില കൊടുക്കേണ്ടത്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് IFPHന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ഷാജി കുടിയാട്ട്. നമസ്കാരം. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് സമൂഹത്തോടുള്ള അതിപ്രധാനമായ ധർമ്മങ്ങളെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായി ഇന്നത്തെ വിശിഷ്ട ആഘോഷ ദിനത്തിൽ നമ്മളോട് സംവേദിക്കാൻ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതമരുളുന്നതിനുമാണ് എൻ്റെ ധർമ്മം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് സമൂഹത്തിൽ ഇന്നുള്ള ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ്. IFPH എന്നുള്ള സംഘടന നമ്മൾ കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് വരും കാലത്ത് സമൂഹത്തിലുണ്ടാകേണ്ട പ്രസക്തിയെ മനസ്സിലാക്കി ആ പ്രസക്തി ഉൾക്കൊണ്ട് അതിൻ്റെ കടമകളും ധർമ്മങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി അത് നിർവഹിക്കുന്നതിന് ഹോമിയോ ഡോക്ടർമാരെയും അത് ജനങ്ങളിൽ എത്തിച്ച് ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ സിറ്റിസൺസിനും ഹോമിയോപ്പതിയുടെ പ്രസക്തി മനസ്സിലാക്കി ഇത് ഉപയോഗപ്രദമായി അവൈലബിൾ ആക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ധർമ്മയുദ്ധത്തിലാണ് IFPH എന്നുള്ള സംഘടന പ്രവർത്തിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ജൈത്രയാത്ര. 2130 ദിവസങ്ങളായിട്ട് ലോക ചരിത്രത്തിൽ ആരും തന്നെ ഇതുപോലെ നിർത്താതെയുള്ള ഒരു പ്രഭാഷണ പരമ്പര ഹോമിയോപ്പതി ഏതെങ്കിലും ഒരു മെഡിക്കൽ ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഈ പ്രധാന ധർമ്മത്തെ അവിസ്മരണീയമാക്കുന്നതാണ്. അപ്പോൾ ഇത് സാധ്യമാകുന്നത് നമ്മുടെ കൂടെ തന്നെ നമ്മളോടൊപ്പമുള്ള നമ്മൾ എല്ലാം ഉൾപ്പെടുന്ന ആ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സമർപ്പിതമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ഫങ്ഷനും സമർപ്പണവുമാണ്. അതിൽ ഞാൻ ആദ്യമേ തന്നെ നമ്മോട് തന്നെ കൃതജ്ഞത അല്ലെങ്കിൽ അഭിനന്ദനം നേരാം. നമ്മളെല്ലാം അത് അർഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരോടും നമുക്ക് അത് നേരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഹോമിയോപ്പതിയെ അശാസ്ത്രീയമാണെന്നൊക്കെ പറഞ്ഞ് തെറിവിളിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നുള്ളത്. ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, നാളത്തെ ശാസ്ത്രമാണ് ഹോമിയോപ്പതി. ഇന്ന് ഹോമിയോപ്പതിയെ കളിയാക്കുന്നവർ നാളെ അതിൽ ദുഃഖിക്കേണ്ടി വരും. സത്യം അവർ മനസ്സിലാക്കി ആ സത്യത്തിൽ അവർക്ക് എത്തിച്ചേരാൻ പറ്റാതിരുന്നതിൽ അവർ ദുഃഖിക്കുന്ന കാലം അതിവിദൂരമല്ല. ഇന്ന് മോഡേൺ മെഡിസിൻ ആണ് ഉള്ളതെങ്കിൽ ഹോമിയോപ്പതി മോസ്റ്റ് മോഡേൺ മെഡിസിൻ ആണെന്ന് സധൈര്യം ഞാൻ പറയുന്നു. വളരെ സിമ്പിളാണ്. ഇന്നത്തെ ശാസ്ത്രം ഭൗതിക തലത്തിൽ മാത്രം റിസർച്ച് നടത്തുന്നതാണ്. ജീവനുള്ള അവസ്ഥയിൽ ഭൗതിക തലം ഒരു ഘടകം മാത്രമാണ്. അവിടെ മനസ്സ്, ജീവശക്തി തുടങ്ങിയ ഭൗതിക തലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾക്ക് ശാസ്ത്രീയമായി ഒരു പരിഗണന പോലും കൊടുക്കാതെ നടത്തുന്ന ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ശാസ്ത്രീയമല്ല എന്ന് കാലം ഉറക്കെ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലോട്ടാണ് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവർ അധിക്ഷേപിക്കുകയും വിഷം കൊടുത്ത് കൊല്ലാൻ വിധിക്കുകയും ചെയ്ത കോടതി മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതേ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പതിപ്പിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട്
ഭാഗ്യവശാൽ ഹോമിയോപ്പതി ഡോക്ടർമാരാക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് അതിൽ അഭിമാനം കൊള്ളാം. ആ ഹോമിയോപ്പതിയുടെ വരും കാലത്തെ ജ്ഞാനം കൊടുക്കേണ്ടവരായി, പ്രകാശം പരത്തേണ്ടവരായി വർത്തിക്കാനും കൂടി നമുക്ക് ദൈവം അനുഗ്രഹിച്ചതിൽ IFPH എന്ന് പറഞ്ഞ സംഘടനയിൽ പങ്കാളികളാകാൻ സാധിച്ച നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കുകയും അതിന് നമ്മളെ ഒത്തുചേർത്തതിന് അല്ലെങ്കിൽ അതിനിടവരുത്തിയ നമുക്ക് ഓരോരുത്തർക്കും പ്രകൃതിയോട് അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യാം. പിന്നെ റിസർച്ചിൽ ഹ്യൂജ് പോസിബിലിറ്റീസ് ആണ് ഹോമിയോപ്പതിയിൽ നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നത്. ഇന്ന് ഭൗതിക തലത്തിൽ മാത്രം നടക്കുന്ന റിസർച്ചുകൾ മൾട്ടി ഡൈമെൻഷനലായിട്ട് പുതിയ റിസർച്ചും മെത്തഡോളജിയും ഒക്കെ ഉത്ഭവം ചെയ്ത് നടക്കാൻ പോകുന്ന റിസർച്ചുകൾ അടുത്ത ഒരു 100 വർഷം കൊണ്ട് കഴിഞ്ഞ 5000 വർഷം നടന്നതിനേക്കാളും വലിയ ശാസ്ത്ര പുരോഗതി ഹോമിയോപ്പതിയുടെ കാരണത്താൽ, ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത മനസ്സിലാക്കാനുള്ള പ്രയാണത്തിൽ ശാസ്ത്രലോകത്തിനും മെഡിക്കൽ സയൻസിനും വന്നു ചേരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതിൽ പങ്കാളികളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ തന്നെ പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ സേഠ് സാറാണ്. നമുക്കെല്ലാം അഭിമാനമായ IFPHന്റെ അഹങ്കാരമെന്ന് ഞാൻ ഉറക്കെ പറയുന്ന, മറ്റുള്ളവർക്കൊക്കെ കൊതിയോടെ അവരുടെ ഫംഗ്ഷനുകളിൽ അഭിമാനത്തോടെ വിളിച്ചിരുത്തുന്ന നമ്മുടെ പ്രസിഡന്റാണ് നമുക്കിന്ന് അധ്യക്ഷനായിട്ടുള്ളത്. ആ അധ്യക്ഷനെ നമുക്ക് ദൈവഹിതമായിട്ട് നമ്മുടെ അധ്യക്ഷനായിട്ട് കിട്ടിയതിൽ, നമ്മുടെ പ്രസിഡന്റായിട്ട് കിട്ടിയതിൽ തന്നെ നമ്മുടെ ചരിത്രപരമായ ആ പ്രസക്തിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തെ പോലെ സമർപ്പിതനായ, ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് 50-ൽ കൂടുതൽ വർഷം നമ്മൾ മനുഷ്യർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ഇന്ന് എപ്പോൾ വിളിച്ചാലും എത്ര പറ്റില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഹോമിയോപ്പതി എന്ന് കേട്ടാൽ ചാടി എഴുന്നേറ്റ് പറന്നെങ്കിൽ പറന്ന്, ഓടിയെങ്കിൽ ഓടിയെത്തുന്ന സേഠ് സാറിനെ നമ്മുടെ അമരക്കാരനായി കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാദരത്തോടെ ഈ ഫംഗ്ഷന്റെ പ്രസിഡന്റ് അധ്യക്ഷ പദവിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളായി എത്തിയിരിക്കുന്ന ഞാൻ അറിഞ്ഞ ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന, നമ്മളോടൊപ്പം തുടക്കം മുതലേ ഹോമിയോപ്പതി സ്നേഹത്തിൽ അഭിമാനം കൊണ്ട് നമ്മളോടൊപ്പം തുടക്കം മുതൽ വന്നിരിക്കുന്ന ശ്രീ പരീത് ബാവക്കാൻ സാർ. അദ്ദേഹം ഗവൺമെന്റ് തലത്തിൽ വിശിഷ്ടമായ സേവനങ്ങൾ അനുഷ്ഠിച്ച് പരിണിതപ്രജ്ഞനായി റിട്ടയർ ചെയ്ത് നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാ കാര്യത്തിലും പങ്കുവച്ച് നമ്മളെ നിയന്ത്രിച്ച് നയിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് കൗൺസിലറും നമ്മുടെ പ്രധാനപ്പെട്ട അഡ്വൈസർമാരിൽ ഒരാളുമാണ്. അദ്ദേഹത്തെ നമുക്ക് മറ്റൊരു അഹങ്കാരമാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹാദരത്തോടെ നമ്മുടെ ഈ അനുഭവ പങ്കുവയ്ക്കലിൽ പ്രധാന പങ്കുവയ്ക്കുന്ന വ്യക്തിയായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം പരീത് ബാവക്കാൻ സാർ. അതോടൊപ്പം തന്നെ ശ്രീ കൃഷ്ണദാസ് പലേരി സാർ തുടക്കം മുതൽ തന്നെ കേരളത്തിൻ്റെ ഗവൺമെന്റിന്റെ അഭിമാനമാണ്, സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള വ്യക്തിയാണ്. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സ്വയം മുഴുകിയിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയും നമ്മുടെ കൂടെ തുടക്കം മുതലേ ഹോമിയോപ്പതിയെ അറിഞ്ഞ് സ്നേഹിച്ച് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ പ്രധാന വ്യക്തികളിൽ ഒരാളായിട്ട് പങ്കെടുക്കുന്നതിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം ശ്രീ കൃഷ്ണദാസ് പലേരി സാർ. നമസ്കാരം. അതോടൊപ്പം തന്നെ ഞാൻ PV ആൽബി, എനിക്ക് നേരിൽ അദ്ദേഹത്തെ പരിചയമില്ല. മറ്റ് പരീത് ബാവക്കാൻ സാറിനെയും കൃഷ്ണദാസ് സാറിനെയും ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. PV ആൽബി സാറിനെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഫോറത്തിൽ വന്ന് ഇതുമാതിരി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും വളരെ സമൃദ്ധമായിട്ട് അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു അഭിമാനവും അഹങ്കാരവുമായ മുൻ രാഷ്ട്രപതി നമ്മുടെ അബ്ദുൽ കലാം സാറിനെ കുറിച്ചൊക്കെ
വളരെ അടുത്ത പരിചയവും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യവും സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ആൽബി സാറ്. അദ്ദേഹം നമ്മുടെ കൂടെ സ്ഥിരം വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഹോമിയോപ്പതിയോടുള്ള താല്പര്യവും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകള് ഹോമിയോപ്പതിക്ക് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെയും നമ്മുടെ ഇന്നത്തെ പ്രധാന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യക്തിയായിട്ട് സംവദിക്കാൻ നമുക്ക് കിട്ടിയതിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം PV ആൽബി സാർ. അടുത്തത് നമ്മുടെ സ്വന്തം സെക്രട്ടറിയാണ് കിരൺ ചന്ദ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, സോഷ്യൽ മീഡിയ തുടങ്ങി എല്ലാ മേഖലകളിലും ഹോമിയോപ്പതിക്ക് വേണ്ടി വാശിയോടും വീറോടും വാദിക്കുന്ന, പല പോസ്റ്റുകളിട്ടും പല രീതിയിലും പറ്റുന്ന രീതികളിലെല്ലാം ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ്. അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഹോമിയോപ്പതിയുടെ സ്വന്തം സെക്രട്ടറിയായ കിരൺ ചന്ദിനെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ആ വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ കൂടെ എല്ലാം സഹകരിക്കുന്ന, ഇതിനോട് എല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന് നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ നന്ദി പറയാൻ ഏറ്റിരിക്കുന്ന മറിയാമ്മ ജോൺ ഡോക്ടർ, അതുപോലെ തന്നെ മോഡറേറ്റ് ചെയ്യുന്ന മനോജ് ഡോക്ടർ, അതുപോലെ തന്നെ ശൈല ഡോക്ടർ, ധനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ തുടങ്ങി ഇതിൻ്റെ പിന്നിൽ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇന്നിവിടെ പങ്കെടുക്കാൻ, ഈ വിഷയത്തിൽ ഡോക്ടേഴ്സ് ദിനമായിട്ട് നമ്മുടെ ഈ സംവേദനങ്ങൾ കേൾക്കാനൊക്കെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് IOPH വേണ്ടിയും വ്യക്തിപരമായിട്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. നന്ദി ഡോക്ടറെ. ഇനി ഉദ്ഘാടന പ്രസംഗമാണ്. ആദരണീയനായ IFPH പ്രസിഡന്റ് ഇസ്മായിൽ സേഡ് സാറിനെ ക്ഷണിക്കും. സാറേ പ്ലീസ്. ഈ ഒരു വലിയ സ്ഥാനം ആദരിച്ചതിന് നന്ദി എല്ലാവർക്കും. കാരണം ഞാൻ പ്രസിഡന്റാണ്, ചങ്ങനാശ്ശേരിയാണ്. ഇങ്ങനെ തന്നെയാണെങ്കിലും അതിനുപരി ഒരു സ്ഥാനം കൂടെ തന്നിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കായികപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമുക്ക് ഒരുപാട് നീങ്ങേണ്ടതുണ്ട്, ഒരുപാട് നാൾ നീങ്ങേണ്ടതുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വർത്താനം സംസാരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ അനുഭവങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നാമത് നമുക്ക് ഇവിടെ പറയാനുള്ളത് ഏറ്റവും ഒരു വ്യക്തിയാണ് നമ്മുടെ പലേരി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് ജനസംഖ്യ കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. സാധാരണ ഇത്രയും ആളൊന്നും ഉണ്ടാകാറില്ല. പരീക്ഷ നോക്കുന്നുണ്ടാവില്ല, ഇത്ര ആളുകളുണ്ടാവില്ലേ? കുറച്ച് ആളുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധ്യക്ഷനായിട്ട് നിന്നുകൊണ്ട് കൂടുതൽ പറയാനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കാര്യത്തോട് കടക്കാം. 15 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അനുവദിച്ച 3/4 മണിക്കൂറുകളൊക്കെ തന്നെയും നമുക്ക് നീണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. അവസരത്തിന് നീണ്ടുപോകുന്നതിന് തെറ്റൊന്നുമില്ല. ലാസ്റ്റല്ലേ, ലാസ്റ്റിന് വേറെ ആരും സംസാരിക്കാൻ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പോയിട്ടുണ്ട്. എനിക്കറിയാം 12 മണി വരെ പോയ ഒരു കേസ് എനിക്കറിയാം. ലാസ്റ്റ് പിന്നെ പറഞ്ഞ് നിർത്തിയായിരുന്നു. ഫൈസൽ മേരടിക്കുള്ള സമയത്ത് ഫിറോസ് ഖാനും പൈസ മേടിച്ചോടൊപ്പം ഇങ്ങനെ പോയി 12:45 നിർന്ന രക്ഷണം കാണില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ ഒരു ബോംബ് പൊട്ടിച്ചു. അങ്ങനെ നിന്നത് അതൊക്കെ സ്മൃതിയിൽ കിടക്കാണ് ഇപ്പോഴും. അതുകൊണ്ട് നമുക്ക് തുറന്ന് സംസാരിക്കുമ്പോഴേ നമ്മൾ അനാവശ്യമായി ഈ വിഷയം പാടില്ല. തീർച്ചയായിട്ടും ഈ വിഷയം ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് നല്ലത്. അതുകൊണ്ട് ഈ കാര്യം ഞാൻ എൻ്റെ അധ്യക്ഷനും കൂടുതൽ തിരക്കിപ്പിക്കുന്നില്ല. എല്ലാവരെയും അതിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരു അഭിനന്ദനം രേഖപ്പെടുത്തിയാണ് നീങ്ങാം. ഉദ്ഘാടനം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു.
ഉദ്ഘാടനമായിട്ട് വന്നിട്ട് ഉദ്ഘാടനം നടത്തിയാണ്. എല്ലാവരും പങ്കുചേരണം, എല്ലാവരും തുറന്ന് മനസ്സോടെ സംസാരിക്കണം, ഡീവിയേഷൻസ് പാടില്ല. അത് മാത്രമേ കണ്ടീഷനുള്ളൂ. ഓക്കെ നമ്മൾ സാർ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അടിവെട്ട് പോകണം. ഓക്കെ സാർ. താങ്ക് യു. വളരെ താങ്ക് യു. വളരെ അങ്ങയുടെ വളരെ വിവേകപൂർണമായ ഈ ഒരു വിഷയത്തിലൂന്നിയുള്ള സമയക്ലിപ്ത പാലിച്ചുകൊണ്ടുള്ള ആ പ്രസംഗത്തിന് വളരെ നന്ദി. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ അറിഞ്ഞ ഹോമിയോപ്പതി, അതാണല്ലോ നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് അതെ. പരിസാൻ ക്ഷണിക്കുന്നു. പരിസാറെ ഹെമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. കേൾക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉള്ള ഡോക്ടേഴ്സ് ഡേ വിഷസ്. ബഹുമാനപ്പെട്ട നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ സ്റ്റേറ്റ് സാറ്, ബഹുമാനപ്പെട്ട ഷാജിക്കുടി, മറ്റ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണങ്ങൾ നടത്താൻ ഇരിക്കുന്ന പ്രവർത്തകരെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കൂടി ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഇത് വളരെ ബൃഹത്തായ ഒരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അനുഭവം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹെൽത്ത് സെക്ടറുമായിട്ട് ഞാൻ വീഡിയോ ആയിരുന്ന കാലം മുതൽ തന്നെ ഹെൽത്ത് സെക്ടറുമായിട്ട് വളരെ യോജിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് പി എച്ച് സെൻ്ററുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ മോഡേൺ എന്ന് പറയുന്ന സാധനം ആയിട്ട് അതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ പി എച്ച് സെൻ്ററിൽ അത് വീഡിയോ ആയിരുന്നു. അന്ന് നമ്മൾ എല്ലാ മാസവും കൂടുക, അതിനുള്ള ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ പലതിലും. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ മാധവൻകുട്ടി സാറ് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പ്രിൻസിപ്പളായിരുന്നു. പി ജി ആർ സാറ് അത് സൂപ്രണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് കോട്ടയം. ഇവരുമായിട്ടൊക്കെ എനിക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഇന്നും ഇതൊരു പലരൊക്കെ മരിച്ചുപോയി, എന്നാൽ പോലും ഡോക്ടേഴ്സുമായിട്ട് പൊതുവേ എനിക്ക് വളരെ ബന്ധമുള്ളതാണ്. കൂടാതെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ബന്ധം എന്ന് പറയുന്നാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫാദറിൻ്റെ കൂടെ പട്ടേൽ ഡോക്ടർ, കോട്ടയത്തെ കുറിച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പേഷ്യൻ്റായിരുന്നു എൻ്റെ ഫാദർ. ഞാൻ കൂടെ അവിടെ പോകാറുണ്ടായിരുന്നു. കൂടെ കഴിഞ്ഞ് മരുന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഈ ഹോമിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അത് നമുക്ക് വളരെ അഭിമാനം. ഞാനവിടെ ഡയറക്ടർ ഇതിലാകുമ്പോഴത്തേക്കും അവിടെ പോകാറുണ്ട്, പല ഫംഗ്ഷനും പോയിട്ടുണ്ട്. നമുക്കത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വികാരം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രം ചികിത്സിക്കാനുള്ളൊരു സംഗതിയാണ് ഹോമിയോ എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അതല്ല എന്നുള്ളത് എൻ്റെ ഫാദറാണ് തെളിയിച്ചത്. അദ്ദേഹം മരിക്കുന്നത് വരെയും ഈ ഹോമിയോ ചികിത്സയിലായിരുന്നു. പട്ടേൽ ആയിരുന്നു മെയിൻ ഡോക്ടർ അവിടെ. മറ്റു പല ഡോക്ടർമാരുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഒക്കെ ആയിരുന്ന കാലത്ത് ഈ നമ്മുടെ ഹോമിയോപ്പതി ഇത്രയധികം വിപുലമായിട്ടില്ലായിരുന്നു. എല്ലാ വില്ലേജിലുള്ളൊന്നും ഹോമിയോപ്പതി ഇല്ലായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ, ഈ വളർച്ച ശരിക്കും വെളിയിൽ വന്നത് IFPHൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ഇപ്പം ഇത് ഹോമിയോപ്പതി ഇല്ലാത്ത ഒരു വില്ലേജ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിലും എത്രയോ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സാ ക്രമമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഷാജിക്കുടി സാർ പറഞ്ഞതുപോലെ റിസർച്ചിന് വളരെയധികം സ്കോപ്പുള്ള ഒരു ഫീൽഡാണിത്. നമ്മുടെ റിസർച്ച് ഇല്ലെങ്കിൽ ഏത് ശാഖയും, ഏത് ശാസ്ത്രീയ ശാഖകളും മുമ്പോട്ട് വളരാൻ വളരെ പാടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഹെൽത്ത് സെക്ടറാണ്, സെക്ടറാണ് ഇത് നമ്മുടെ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അതിന് സാധാരണ നടത്തുന്ന റിസർച്ച് പോലെ നടത്താൻ പറ്റുകയില്ല. നമുക്ക് ഇപ്പോൾ തന്നെ സമാനേന സമയത്ത് എന്നാണ് പറയുന്നത്. അത് പിന്നെ നമ്മുടെ മനോജ് ഡോക്ടർക്ക് ഇത് കൂടുതൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളണം. അത് സംസ്കൃതമാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്സ് ടു ലൈക്ക് എന്നുള്ളത് എൻ്റെ ഒരു സംസ്കൃത ഇതാണ്. ഞാൻ ഇവിടെ വായിച്ചതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ശാഖ ഹെൽത്ത് സെക്ടറിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയെ കണ്ടാലുടനെ രോഗം എന്താണ്, ആ രോഗത്തിന് വേണ്ടി ചികിത്സ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. അത് നമുക്ക് ഈ ഹോമിയോ ഡോക്ടേഴ്സുമായിട്ട് രോഗിയായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു കൂടുതൽ അടുപ്പം എപ്പോഴും തോന്നുന്നുണ്ട്. അതായത് അതാണ് അവർ
വെറുതെ ഈ രോഗത്തിന് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരം, മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആ രീതിയിലാണ് ഇതിനെ നമ്മളെ ഡയഗ്നോസ് ചെയ്യുന്നതും അതനുസരിച്ചുള്ള ചികിത്സ നടത്തുന്നതും. അപ്പം ഒരാൾക്കൊരു ഒരു പ്രത്യേക രോഗം വന്നെങ്കിൽ മരുന്ന് തരുന്നു. ആ മരുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ആ രോഗം വരുമ്പോൾ സ്വന്തമായിട്ട് ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഈ ഹോമിയോപ്പതി അല്ലാത്ത ചികിത്സ. ഇപ്പം ഹോമിയോപ്പതിയിൽ ആ പരിപാടി നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് ഒരേ നമുക്ക് തോന്നിയാൽ പോലും അതിനുള്ള ചികിത്സാക്രമത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റിസർച്ച് എന്ന് പറയുന്നത് വളരെയധികം വിപുലമായ സ്കോപ്പുള്ളതുമാണ്. അതേസമയത്ത് യുണീക്ക് മെത്തഡോളജി ഉപയോഗിക്കേണ്ട കാര്യമാണ് ഈ ഹോമിയോപ്പതിക് റിസർച്ച് എന്ന് പറയുന്നത്. PV ആൽബി സാറിനൊക്കെ റിസർച്ചുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണെന്ന് എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഈ സംവാദം അല്ലെങ്കിൽ ഇന്നത്തെ പ്രസൻറ്റേഷനിലെ എനിക്ക് 2 രീതിയിലുണ്ട്. എനിക്ക് നല്ലൊരു ധൈര്യം കിട്ടുമെന്ന് വെച്ചാൽ ഇത് നല്ല പാലേരി സാറ്, PV ആൽബി അങ്ങനെയുള്ള പ്രമുഖരെല്ലാം ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഒരു ഭയമുള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ ഉള്ളത് കാരണം വല്ലതും കൂടുതൽ പറഞ്ഞാൽ അത് തെറ്റായെങ്കിൽ അതവിടെ കണ്ടുപിടിക്കും അല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് കൂടുതലധികം പറയാതെ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സേഠ് സാറിനെ സംബന്ധിച്ചിടത്തോളം കുടിയൻ സാറിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ സേഠ് സാർ പറഞ്ഞ ഒരു തമാശ എനിക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ചികിത്സ? ഷുഗർ ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ കവറിൽ പോകുമ്പോഴും ഒരു കുപ്പിയും കൂടെ കൊണ്ടുപോകണം മറ്റേ ഗുളിക. അദ്ദേഹം ഞാനത് പലയിടത്തും കോട്ട് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോക്കാൾഡ് മോഡേൺ മെഡിസിനിലെ ഇവിടുത്തെ സംഗതി. ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞാലും ഈ ചികിത്സ, ആ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ശരി. ഹോമിയോ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴേ ഒരു ഹോമിയോ പേഷ്യൻ്റാണ്. ഹോമിയോ ഡോക്ടറായിട്ട് ഹോമിയോയിലാണ് മരുന്ന് കഴിക്കുന്നതൊക്കെ. അപ്പം എനിക്കതിൻ്റെ ഒരു ആശ്വാസം, വളരെയധികം ആശ്വാസം ഉണ്ടെന്നുള്ളത് തർക്കമില്ല. അത് ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഹോമിയോപ്പതിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കത് എസ്കലേറ്റ് ചെയ്തല്ല അതൊന്നും പറയുന്നതില്ല. അത് മറ്റൊരു ചികിത്സയില്ല. അതിനൊരു മെഡിസിൻ കഴിച്ചു, കുറഞ്ഞു, അടുത്ത് ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുന്നു, വീണ്ടും മെഡിസിൻ കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നഷ്ടപ്പെട്ട് പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്കാണ് മറ്റ് ചികിത്സാക്രമങ്ങളിൽ വരുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ചികിത്സാക്രമങ്ങൾക്കും അതിൻ്റെതായ വീക്ക്നെസ്സും സ്ട്രെങ്ത്തുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഠ് സാറിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതിൽ ഒരു ഇൻ്റഗ്രേഷൻ. സേഠ് സാറൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ചില രോഗങ്ങൾക്ക് മറ്റ് ചികിത്സാക്രമങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അതിനെ കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ആ രീതിയിൽ റിസർച്ചിലും ഇതൊരു ഒരു ഇതായിട്ട് എടുക്കേണ്ടതാണ്. നമ്മുടെ ഫോറത്തിൽ സോക്കാൾഡ് മോഡേൺ മെഡിസിനിലെ ഡോക്ടേഴ്സൊക്കെ വരാറുണ്ടല്ലോ. ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും, അവിടെ വരുന്ന ഫോറിൻ ഡോക്ടേഴ്സിൽ കൂടുതലും മോഡേൺ മെഡിസിൻ വന്ന ആൾക്കാരാണ് ഹോമിയോ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഈ റിസർച്ചിൽ, അതിൻ്റെ മെത്തഡോളജിയിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അതിനെ ഹോമിയോയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു യുണീക്ക് മെത്തഡോളജി ആണ് ചികിത്സയിൽ തന്നെ ഉള്ളത്. റിസർച്ചിലും അത് തന്നെ വേണ്ടിവരും. പിന്നെ IFPHനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒരു ലോകത്തിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഇത്രയധികം ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിലും ഈ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയുള്ള ഈ അറ്റൻഡൻസ് വളരെ കുറവാണെന്നുള്ളത്. അറ്റൻഡൻസ് കുറവെന്നുള്ളതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. ഞാൻ പലപ്പോഴും ഇന്നലെ സലാഹുദ്ദീൻ സാറിൻ്റെ ഇതിലേക്ക് എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ അന്ന് സലാഹുദ്ദീൻ സാറിനെ വിളിച്ച് പറഞ്ഞു ഞാനിത് വേറെ കൺട്രോളാണെന്ന്. അത് മിക്കവാറും ഞാൻ മനോജ് ഡോക്ടർ എനിക്ക് എല്ലാം മിക്കവാറും അയച്ചു തരാറുണ്ട്. അതെല്ലാം വീഡിയോ യൂട്യൂബിൽ കാണാറുണ്ട്. അത് കണ്ടാൽ മതി. അപ്പം നമുക്ക് ഈ സമയത്ത് തന്നെ ചിലപ്പം കാണാൻ പറ്റിയില്ല എന്ന് വരാം. അങ്ങനെ രണ്ടാമത് കാണുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പം നമ്മളെ വ്യൂവിൻ്റെ സംഗതി, വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീം നമുക്കുണ്ട്. അത് സാധാരണ കാണുന്ന ഒരു സംഗതിയല്ല. ഉടനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിൽ അടിച്ച്
അടിച്ചു പിരിയുക എന്നുള്ളതാണല്ലോ വരുന്നത്. ഇവിടെ അതല്ല. മനോജ് ഡോക്ടർ, ധനേഷ് ഡോക്ടർ, അങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് രാപകലില്ലാത്ത പണി. ഇപ്പം മനോജ് ഡോക്ടർ സംബന്ധിച്ചാൽ ചില സമയങ്ങളിൽ വിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇന്ന് വിളിച്ചു, ഇന്നലെയും വിളിച്ചു, അതാണ് ഇന്ന ദിവസം ഉണ്ട്. അങ്ങനെ ഒരു ഡെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു സംവിധാനത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിനൊരു അത്ഭുതമില്ല. ഇത്രയും നാളായിട്ട് ഇങ്ങനെ 4-5 കൊല്ലമായിട്ട് ഇങ്ങനെ ബ്രേക്ക് ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷേ അത് ബ്രേക്ക് ഇല്ലാതെ കൊണ്ടുപോകുന്നുള്ള ക്വാണ്ടിറ്റി മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം ഒരു സബ്ജക്റ്റ് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിയുകയോ അതിനകത്ത് പ്രസൻറ്റേഷൻ മാർക്ക് നിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരാണെങ്കിലും ഒരു ബോറടിക്കും, ഉറപ്പാണ്. അതേ സമയത്ത് ഡോക്ടർ മനോജിനെ ഒരു സംവിധാനത്തെ എനിക്കറിയാം. ഏത് പുതിയ സാഹചര്യങ്ങൾ, എന്തെങ്കിലും ഡോക്ടേഴ്സ് ഡേ വന്നു, അല്ലെങ്കിൽ പിന്നെ വക്കം മുഹമ്മദ് ബഷീറിൻ്റെ അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഏരിയാസ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന് പറ്റിയ ആളിനെ എവിടെ നിന്നെങ്കിലും പൊക്കിക്കൊണ്ട് വരും. ഞാൻ പലപ്പോഴും എന്നോട് ഇങ്ങനെ ഞാനങ്ങനെ സഹായിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലപ്പം പറ്റാറുമില്ല. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും, ഉറപ്പാണ്. അത് ആളെ കൊണ്ടുവന്ന് പിന്നെ അതിപ്പം വേറൊരാളുകളെ എനിക്ക് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ഞാനത് ഏറ്റവും ഏൽപ്പിക്കാൻ പറ്റുന്ന ആള് തേർഡ് സാറാണ്. കോഴിക്കോടുകാരൻ ഒരാളെ കൊച്ച് മനോജ് ഇങ്ങനെ എന്നോട് അന്വേഷിച്ചു. അപ്പം നമ്മുടെ തേർഡ് സാറിന് കണിശമായിട്ടും കോഴിക്കോട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡോക്ടറാണ്. കേരളത്തിലെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമുക്കൊരു വളരെ എന്താണ് റിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എൻ്റെ അനുഭവം കൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഈ ഓരോ സെഷനിലും വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓരോരുത്തരും, എനിക്ക് തോന്നുന്നത് മിക്കവാറും ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ യൂട്യൂബിലെങ്കിലും ഉണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കൊക്കെ വരുമ്പോൾ എല്ലാം ചിലപ്പം കാണാൻ പറ്റില്ല എന്ന് വരാം. പിന്നെ ജനറലായിട്ടുള്ള സെഷൻസ് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വെളിയിലുള്ള ആൾക്കാർ വരുമ്പോഴേ അവർ ചിലപ്പോൾ ശ്രദ്ധിക്കും എത്ര പേരുണ്ടെന്നൊക്കെ. അത് അവർക്ക് മനസ്സിലാകത്തിന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും വ്യൂവേഴ്സ് കുറവാണെങ്കിൽ പോലും ഇത് യൂട്യൂബിൽ വരുമ്പോഴത്തേക്ക് ധാരാളം ആൾക്കാർ കാണുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ നമ്മുടെ മെസ്സേജ് നന്നായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതും കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതി അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഞാനിത് കൂടുതൽ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇനി ബഹുമാനപ്പെട്ട നമ്മുടെ സഹപ്രസംഗകാരുണ്ടല്ലോ, അല്ല മനോജ് ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ മണിയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്കിതിനൊരു അവസരം തന്ന മനോജ് ഡോക്ടറെയും മറ്റെല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും കൂടാതെ ഈ നാഷണൽ ഡോക്ടേഴ്സ് ഡേ അതിന് ഉള്ള ആശംസകൾ വീണ്ടും അർപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാ വിജയങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ മ്യൂട്ടായിപ്പോയി. സാറ് വളരെയധികം കാര്യങ്ങൾ പറയട്ടെ. അവസാനം പറഞ്ഞ വ്യൂവേഴ്സ്, നമുക്കിപ്പോൾ ഏതാണ്ട് 8800ഓളം വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. എനിക്കൊരു ഹയർ ഒഫീഷ്യൽസിന്റെ ക്വാളിറ്റിയാണ് സാറിന്റെ പ്രസംഗത്തിൽ കേട്ടത്. നമുക്ക് ശരിക്കും ഇതാണ് വേണ്ടത്, വിത്ത് പ്രിസിഷൻ. എപ്പോഴും സംസാരത്തിന് പ്രിസിഷൻ ഉണ്ടായിരിക്കണം. സാറിന്റെ വാക്കുകൾ എപ്പോഴും ഉണ്ട്. വളരെ സന്തോഷം. നമുക്ക് അടുത്തത് അധ്യാപകനും അവാർഡ് ജേതാവുമായ കൃഷ്ണദാസ് സാറിന് സാർ പ്ലീസ്. ആദ്യമായി എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേ ദിനാശംസകൾ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഇസ്മയിൽ സേഠ് സാർ, അതുപോലെ ശ്രീ ഷാജി കൂടിയാട്ട്, മനോജ് സാർ. അപ്പം ഇവരൊക്കെ എന്ന് മാത്രമല്ല, നല്ലൊരു ടീം എന്ന നിലയിൽ ഇത്രയും നാൾ ഈ ഒരു വെബ് കൂടിക്കാഴ്ച സെമിനാർ നടന്നു പോകുന്നത്, നേരത്തെ പലരും പറഞ്ഞ പോലെ തീർച്ചയായും ഇതൊരു റെക്കോർഡ് തന്നെയാണ്. ഇത് ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് ഈ ദിവസത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത്. ഫരീദ് സാറ് വളരെ
രസകരമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അധ്യാപകനാണ്. 33 വർഷത്തെ സർവീസിന് ശേഷം ഈ 31-ന് സർവീസിൽ നിന്ന് വിരമിച്ചു, മെയ് 31. അപ്പോൾ ഹോമിയോപ്പതിയുമായുള്ള ബന്ധം, എൻ്റെ കുടുംബം തന്നെ ഒരു ഹോമിയോപ്പതിയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹോമിയോപ്പതിയെ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കുട്ടിക്കാലത്ത്, ഒരു ചിക്കൻ ബോക്സ് കാലത്ത്. സാധാരണ അച്ഛൻ മാവൂർ ഗോളിയോറിയോൺസ് എന്ന് റിട്ടയർ ചെയ്ത ആളാണ്. സാധാരണ അച്ഛൻ പാരസെറ്റമോൾ അതുപോലെ അമോക്സിലിൻ അതുപോലത്തെ ഗുളികകളാണ് ഡോക്ടറെ കാണിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ അന്ന് നമ്മോട് പറഞ്ഞു ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ മധുരമുള്ള ഗുളിക. ഇപ്പൊ ചിക്കൻ ബോക്സ് പിടിച്ച് നമ്മൾ വീട്ടിന്റെ മുകളിലത്ത് വേറെ അടച്ചു കിടക്കുകയാണ്. അപ്പൊ അവിടത്തേക്ക് മെല്ലെ ഏണികേറി വന്നിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിലുള്ള ഈ ഗുളിക നമുക്ക് തരുന്നു. അപ്പൊ നമുക്കെല്ലാം വളരെ സന്തോഷമായി, കാരണം മധുരമുള്ള ഗുളികയല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അത് കഴിച്ചു. അതാണ് ആദ്യത്തെ ഒരു അനുഭവം. പിന്നീട് അപ്പൊ അച്ഛൻ ആ ഗുളിക വാങ്ങിയത് പയ്യന്നൂരിൽ ആദ്യകാലത്തെ ഡോക്ടർ ആനന്ദ് ബാബുവിന്റെ കയ്യിൽ നിന്നാണ്. ഇടയ്ക്ക് നമ്മൾ അവിടെ പോകും. പിന്നീട് കഴിഞ്ഞു, നമ്മൾ കുറെ കാലം കൂടെ പോയി. അതുപോലെ ഹോമിയോപ്പതിയുമായുള്ള ബന്ധം ചെറിയ രീതിയിൽ തുടർന്നു. പിന്നെ ശാസ്ത്രത്തിലും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും ചില സംശയങ്ങൾ ഉണ്ടായി. അതായത് അന്ന് നമ്മൾ കെമിസ്ട്രിയിൽ അവഗാഡ്രോലോ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ലയിപ്പിക്കും തോറും എങ്ങനെയാണ് ശക്തി കൂടുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നി. പക്ഷെ സംശയം തോന്നിയെങ്കിലും ഇതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ യുക്തിപരമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് എപ്പോഴെങ്കിലും ഒരു കാലത്ത് അതിന് വ്യാഖ്യാനം വരുമല്ലോ, അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ അങ്ങനെ അതിനെതിരെ പറയുകയൊന്നും ചെയ്തില്ല, അതുമായി അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് വളരെ ശക്തമായ ഒരു അനുഭവം വന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ബന്ധു 90കളിൽ മജ്ജയിൽ ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹം വലിയൊരു ആശുപത്രി ചികിത്സയായി. ഒടുവിൽ അവിടുന്ന് ആശുപത്രി ഹീമോഗ്ലോബിൻ 3.5 ആവുന്ന സമയത്ത് മരുന്നുകളൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് വിട്ടയച്ചു. അപ്പൊ ആ സമയത്ത് അപ്പൊ അത്യാവശ്യം ഹോമിയോപ്പതി ഡോക്ടർമാരെ പരിചയമുണ്ടായിരുന്നു. കാഞ്ഞങ്ങാടുള്ള ആ സമയത്ത് KP സുധാകരൻ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ ഒരു ചികിത്സ ചെയ്തു ഇദ്ദേഹത്തിന് ഈ 3.5. അപ്പം ഭാഗ്യം കൊണ്ട് 2 ആഴ്ച, എനിക്കത് ഓർമ്മയുണ്ട്, ഒരു 60 രൂപയുടെ മരുന്നാണ്. 2 ആഴ്ച കൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ഈ 3.5 എന്നതിൽ നിന്ന് 11ലേക്ക് എത്തി. പിന്നീട് അത്ഭുതകരമായിട്ട് ട്രീറ്റ്മെന്റ് തുടർന്നിട്ട് അങ്ങനെ ഒരാഴ്ചക്കൊക്കെ മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ഏതാണ്ട് 5 വർഷത്തോളം തുടർന്ന് ജീവിച്ചു. പിന്നീട് മറ്റു ചില കാരണങ്ങളാണ് അദ്ദേഹം മരിച്ചത്, വാർദ്ധക്യ സഹജമായ കാരണങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഹോമിയോ മരുന്നിന്റെ ഫലപ്രാപ്തി വളരെ അനുഭവപ്പെട്ടു, നേരെ അനുഭവം നിലയിൽ. പിന്നീട് സ്വാഭാവികമായിട്ടും 90കളിൽ ഞാൻ അധ്യാപക ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പത്ര ലേഖകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഫീച്ചർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചില പഠനങ്ങൾ നടത്തിയിട്ടാണ് ഫീച്ചർ. അപ്പോൾ വാഹനങ്ങളുടെ അപകടത്തെ കുറിച്ച് ഫീച്ചർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ പോലെ നെറ്റോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പഠിക്കും നേരിട്ട് പോയിട്ട്. അപ്പൊ അങ്ങനെ ഹോമിയോപ്പതിയെ കുറിച്ചൊരു ലേഖനം ചെയ്യാൻ അന്ന് മനോരാജ്യം വാരികയുടെ കൈനകര ഷാജി, അദ്ദേഹം എഡിറ്റർ ഇൻചാർജാണ്, പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഹോമിയോപ്പതി 200ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ്. അങ്ങനെ അന്ന് ഈ പഠനം ഏറ്റെടുത്തു. ഏതാണ്ട് 50-100-ഇടയിൽ ഡോക്ടർമാരെ കണ്ടു അന്ന് ആ സമയത്ത്. അപ്പൊ നല്ല രീതിയിൽ ഇവരോട് ഇന്റർവ്യൂ ചെയ്ത്, അപ്പൊ ആ സമയത്ത് കണ്ടതിൽ പിന്നെ പ്രധാനപ്പെട്ട നമുക്ക് പരിചയം ഒന്ന് വർഗീസ് ഡോക്ടർ ആ സമയത്ത് കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അതൊക്കെ കുറച്ച് പഠിച്ചിരുന്നു. പിന്നീട് സുധാകരൻ ഡോക്ടർ, അതുപോലെ രാധാകൃഷ്ണൻ ഡോക്ടർ നിരീക്ഷണത്തില്. അപ്പൊ അങ്ങനെ നിരവധി ആളുകളെ, ഇപ്പൊ ഈ ഇന്നത്തെ ആളുകളെ നമുക്ക് അന്ന് പരിചയമില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അതിന്റെ ലേഖനം തയ്യാറാക്കി നല്ല പ്രതികരണമൊക്കെ അതിന് വന്നു. അങ്ങനെ തീർച്ചയായും ഹോമിയോപ്പതിയുമായി കൂടുതൽ താല്പര്യം വന്നു. പിന്നെ ഒരു ഗവേഷക തൽപരനായ ഒരു വ്യക്തി എന്ന നിലയിൽ പരിസ്ഥിതി, ഗണിതശാസ്ത്രം ഇത്തരത്തിൽ സ്വതന്ത്രമായ ഗവേഷണ പഠനങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ ഇതിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കി കോവിഡ് കാലത്താണ് IFPHയിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് ഇതേപോലെ ഫൈസൽ മേരടി, ഫിറോസ് ജി, അതുപോലെ നമ്മുടെ ആദ്യകാലത്തുള്ള അവരുമായ പരിചയത്തിൽ നിന്ന് ഇതിലേക്ക് വന്നു. പിന്നീട് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു അല്ലെ, നമ്മുടെ ഒരു വീട്ടുകാരെ പോലെയാണ്. ഇനി മനോജ് ഡോക്ടർ ആകട്ടെ, സേഡ് സാർ ആകട്ടെ, അതുപോലെ ബാബുരാജ് സാറ്, പിന്നെ രഞ്ജീവ് ഡോക്ടറെ കുറച്ച് വൈകിയെ പരിചയപ്പെട്ടു. പക്ഷെ നമ്മൾ പലപ്പോഴും തളിപ്പറമ്പിൽ എപ്പോഴും പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കാണുമില്ലാതെ തന്നെ അവിടെ പോകും. കാരണം അത്രയും സ്നേഹപരമായി പെരുമാറ്റമാണ്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സേഡ് സാറെ കാണും. അപ്പൊ ഇത്തരത്തില് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സാറിന് പറയാറുണ്ട്, ഒരു ഡോക്ടറെ
കണ്ടു കഴിയുമ്പോൾ തന്നെ രോഗിയുടെ അസുഖം പകുതി പോകും. പലപ്പോഴും പല ഹോമിയോ ഡോക്ടർമാരും നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പ്രിയരാണ് നമ്മൾക്കറിയുന്നത് ഭൂരിഭാഗം ആളും. അപ്പോൾ വളരെ രസകരമായി ഈ സംസാരത്തിൽ തന്നെ നമ്മുടെ അസുഖം ഏതാണ്ട് പകുതി പോയൊരവസ്ഥ വരുന്നുണ്ട്. പിന്നീട് ഹോമിയോപ്പതിയെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു രോഗത്തിന്റെ ഒരുപാട് മരുന്നുകൾ, അല്ലെങ്കിൽ ജലദോഷത്തിന്റെ വ്യത്യസ്തമായ മരുന്നുകൾ. അപ്പൊ ഇങ്ങനെ ഇപ്പോഴും മോഡേൺ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ വ്യക്തികളെ, ഓരോ വ്യക്തിയെയും ചികിത്സിക്കുക എന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നുണ്ട്. അതായത് ഹോമിയോപ്പതിയുടെ ഈ തത്വങ്ങൾ ക്രമേണ അത് ലോകം അംഗീകരിച്ചു വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഗണിതശാസ്ത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് എന്ന് ആണ് അതിന്റെ റിസൾട്ട്. അപ്പോൾ സ്വാഭാവികം നമ്മൾ ചോദിക്കും നെഗറ്റീവ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്? നമുക്കത് തെളിയിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ് പ്രാക്ടിക്കലായിട്ട്. അപ്പോൾ ചില ഉദാഹരണങ്ങൾ വഴിയാണ് പറയുന്നത്. ഇപ്പൊ ചീത്ത ആളുകൾ നഗരം വിട്ടുപോകും. ചീത്ത എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, നഗരം വിട്ടുപോകുന്ന നെഗറ്റീവ്. പക്ഷെ റിസൾട്ട് പോസിറ്റീവ് അല്ലേ? ചീത്ത ആളുകൾ നഗരം വിട്ടുപോയി കഴിഞ്ഞാൽ നഗരം നന്നായില്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു തത്വം. അപ്പൊ ഈ സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വളരെ, അതായത് ഇപ്പൊ സൂക്ഷ്മ പ്രപഞ്ചത്തെ കൂടുതൽ പഠിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വാണ്ടം മെക്കാനിക്സ് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ അതായത് അവർക്കിടയിൽ തന്നെ ഈ വളരെ ഉയർന്ന തലത്തിലെത്തുന്ന സമയത്ത് ചിന്താപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നിരിക്കലും അവരൊക്കെ എന്ത് പറയുന്നുണ്ട്, മറ്റുള്ള ആളുകൾ തെറ്റെന്ന് പറയുന്നില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലെ, ഗവേഷണങ്ങൾ തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് റിസർച്ചുകൾ നടക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പൊ ഇതിൽ നമ്മുടെ കാസർഗോഡിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം അതിനൊരു ഉദാഹരണമാണ്. അവിടെ ഡോക്ടർ നരഹരി മന്ത് ചികിത്സിക്കുന്നത് 3 ശാസ്ത്ര വിഭാഗങ്ങളുടെ സഹായത്തോടെയാണ്: അലോപ്പതി, ഹോമിയോപ്പതി, അതുപോലെ ആയുർവേദം. അപ്പൊ അതിന്റെ റിസർച്ച് റിപ്പോർട്ട് തന്നെ അവർ അംഗീകരിക്കുന്നു, അലോപ്പതി ഡോക്ടർമാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള മാതൃകൾ നമുക്ക് എല്ലാ സ്ഥലത്തും വരണം. ഇവിടെ ഷായി സാർ പറഞ്ഞ പോലെ ഇതൊരു ഫ്യൂച്ചർ സയൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരുപക്ഷെ നാളെ നമുക്ക് മരുന്നുകൾ, ഇപ്പൊ ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, മറ്റ് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ സമയത്ത് ഏത് കാലത്തും ജീവശക്തിയിൽ ഒരു എതിർശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലാക്കുന്ന ഒരു ശാസ്ത്ര സത്യം ഇതിലുണ്ട്. അപ്പൊ അത് ഏത് കാലഘട്ടത്തിലും അത് പ്രവർത്തിക്കും. എത്രത്തോളം വിഷമകരമായ, എത്ര തീവ്രമായ വൈറസ് ആണെങ്കിലും ഒരു ആന്റി ശക്തിക്ക് മുമ്പിൽ ഇത് പരാജയപ്പെടും. കാരണം അത് ഒരു തത്വമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. അപ്പൊ ഏതായാലും അതിൽ പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്നൂർക്കാരനായ നിതാന്ത് നമ്പീശനൊക്കെ ഇവിടെ മധ്യപ്രദേശിൽ രജിസ്ട്രാറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില ശ്രമങ്ങൾക്ക് പേറ്റന്റ് പോലും കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ നല്ല വാർത്തകളാണ് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം എൻ്റെ മരുമകൾ ഡോക്ടർ അപർണ പലേരി ഹോമിയോ ഡോക്ടറാണ്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഡോക്ടർമാരായിട്ടുണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷം എത്തിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും വളരെ സിമ്പിളായിട്ട് മനോജ് സാറ് നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇവിടെ സംസാരിച്ച പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കാര്യം നമ്മൾ എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആയി ചെയ്യുന്നത്? അതാണ് ആലോചിക്കേണ്ടത്. വളരെ മധുരമായ ചികിത്സ, അതായത് ഗോൾഡൻ ഡ്രോപ്സ് അല്ലെ, മാജിക് പിൽസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ ജനനീതോ തുടങ്ങിയ ഒരുപാട് പദ്ധതികളുണ്ട് അല്ലെ, ഒരുപാട് റിസൾട്ട് കിട്ടിയ പദ്ധതികളുണ്ട്. അപ്പൊ ഏതായാലും വളരെ നല്ല രീതിയിൽ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ഇന്നത്തെ എല്ലാ വിമർശനങ്ങൾക്കും ആഗോളതലത്തിൽ തന്നെ ഒരു മറുപടി പറയാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഹോമിയോപ്പതി തീർച്ചയായും എല്ലാ ചികിത്സാ വിഭാഗത്തിനും അതിൻ്റെതായ ഗുണവും ദോഷമുണ്ട്. ഇവര് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല കാലഘട്ടം സമീപഭാവിയിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. നന്ദി സാർ. വളരെ മധുരിക്കുന്ന ഓർമ്മകളെ കുറിച്ച് പറയുകയുണ്ടായി. ആ മധുരം ഒരു അനുഭൂതി ആയതിനെ കുറിച്ചും പറയുകയുണ്ടായി. വളരെ നന്ദി അങ്ങയുടെ അങ്ങ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും തുടർന്നും സഹകരിക്കുക. റിട്ടയർഡ് ലൈഫാണ്, സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായ, ശാസ്ത്ര അന്വേഷിയായ ആൽബി സാറെ ക്ഷണിക്കാം. ആൽബി സാറെ, അൺമ്യൂട്ട് ചെയ്യാമോ? ആൽബി സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ആൽബി സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. എല്ലാ ഡോക്ടർ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഞാൻ അറിഞ്ഞ ഹോമിയോപ്പതി എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. എങ്കിലും ഞാനിപ്പോൾ വരുന്ന
ചെറിയൊരു വ്യത്യാസപ്പെടുത്തി വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോമിയോപ്പതി ഡോക്ടർ, ഒരു അജ്ഞാതനായ ഒരു ഹോമിയോപ്പതി ഡോക്ടർ, അദ്ദേഹത്തെ കുറിച്ച് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് എറണാകുളം നഗരത്തിന് ഒരു 10-15 കിലോമീറ്റർ വടക്കോട്ട് മാറി കളമശ്ശേരി, ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജൊക്കെ ഇരിക്കുന്ന സ്ഥലം, HMD ഫാക്ടറിയൊക്കെ ഇരിക്കുന്ന സ്ഥലം, അത് ഒരു വനപ്രദേശമായിരുന്നു. 60കളുടെ മധ്യത്തിൽ HMD വരുന്നവരെ പൂർണ്ണമായിട്ടും കാടാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് HMD വന്നതോടുകൂടിയാണ് അതിന് ചെറിയ മാറ്റം വരുന്നത്. ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ അതിനകത്ത് വശത്താണ്. അവിടെ ഏകദേശം ഒരു 80 വർഷം മുൻപ് ഒരു സന്യാസിയും കുറച്ച് ശിഷ്യന്മാരും അവിടെ ജീവിച്ചിരുന്നു. ഈ സന്യാസി ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹവും ശിഷ്യന്മാരുമായിട്ട് ആലുവ, എറണാകുളം പോലുള്ള നഗരങ്ങളിലേക്ക് ഇറങ്ങും. തെരുവിൽ അലഞ്ഞു കിടക്കുന്ന മാനസിക രോഗികൾ, കുഷ്ഠരോഗികൾ, എന്നൊക്കെ എറണാകുളം നഗരത്തിൽ ധാരാളം കുഷ്ഠരോഗികളുണ്ട്, കൂടുതലും തമിഴന്മാരും മറ്റൊക്കെയാണ്. അതുകൂടാതെ അന്നൊക്കെ വീടുകളിൽ നിന്നൊക്കെ മാറാരോഗികൾ എന്നൊക്കെ പോയി സോറിയാസ് എന്നൊക്കെ വരുന്നവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി കൊണ്ടുപോയി ഈ കളമശ്ശേരി വനപ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ഹോമിയോപ്പതി ചികിത്സയിലൂടെ സുഖപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ സുഖപ്പെടുത്തി പുനരധിവസിപ്പിക്കാൻ പറ്റുന്നവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോ അന്നിപ്പോ IMA പോലുള്ള സംഘടന ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും അന്ന് ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി പൊതുജന മധ്യത്തിലായതുകൊണ്ട് വളരെ പ്രസിദ്ധമായി. എല്ലാവർക്കും ഇദ്ദേഹത്തെ കുറിച്ച് അറിയാം. ഇദ്ദേഹത്തെ തേടി മാറാരോഗികളായിട്ട് കൊണ്ടുചെല്ലുന്ന അവസ്ഥകളുണ്ടായി. സ്വാഭാവികമായിട്ടും അലോപ്പതി ഡോക്ടർമാർ അന്നത്തെ സംഘടന, എന്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ, അവര് സ്വാഭാവികമായിട്ടും ഇതൊരു തട്ടിപ്പാണ്, വ്യാജ ചികിത്സയാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടൊന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞാലും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. ജനങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നതാണ്. അപ്പോ ഇവരുടെ കൂട്ടത്തില് വളരെ ഉത്സാഹിയായിട്ടൊരു ചെറുപ്പക്കാരൻ, അന്നിപ്പോ അപ്പോത്തിക്കിരി എന്നൊക്കെയാണ് പറയുന്നത്, ക്വാളിഫൈഡ് ഡോക്ടർ, ആ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, ആ ഡോക്ടർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റി. ഫോട്ടോജിക്കാരനായ ഡോക്ടർ DP ജോർജാണ് അന്വേഷിക്കാൻ പോയത്. ഇദ്ദേഹം പിന്നീട് ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ട് തീർന്നു. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. അവിടെ DP ജോർജ് അവിടെ ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന രോഗശാന്തികളിൽ ഒരു തട്ടിപ്പും കാവട്ടിയോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അവിടെ നടക്കുന്ന രോഗശാന്തികൾ വാസ്തവമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതോടെ അദ്ദേഹം ഈ വൈദ്യനുമായിട്ട്, ഈ സന്യാസിയുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും, ഇത് ഹോമിയോപ്പതി എന്താണെന്ന് തന്നെ അദ്ദേഹത്തിന് അറിയില്ല DP ജോർജിന്, ഹോമിയോപ്പതിയെ കുറിച്ച് മനസ്സിലാക്കുകയും പിന്നീട് ഹോമിയോപ്പതി പഠിക്കാൻ, അലോപ്പതി ചികിത്സ ഉപേക്ഷിച്ച് ഹോമിയോപ്പതി പഠിക്കാൻ താല്പര്യപ്പെടുകയും, അങ്ങനെ ഈ സന്യാസിയുടെ ഉപദേശമനുസരിച്ച് കൽക്കട്ടയിലാണെന്ന് മെഡിക്കൽ കോളേജ് ഉള്ളത്, കൽക്കട്ടയിലെ മെഡിക്കൽ കോളേജിൽ പോയി അന്ന് ലൈസൻസ് ഷീറ്റ് ആണെന്ന് തോന്നുന്നു, അതെടുത്ത് തിരിച്ചു വന്ന് മട്ടാഞ്ചേരി, ഇന്നിപ്പോ ഡച്ച് പാലസ് എന്ന് പറയുന്ന അവിടുത്തെ ആനവാതിൽ, അതിന് സമീപത്തായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലിനിക്ക്. അലോപ്പതി ചികിത്സ അവിടുത്തെ അവസാനിപ്പിച്ചിട്ട് ഇവിടെ ഹോമിയോപ്പതി ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ഹോമിയോപ്പതിയായിട്ട് തീർന്നു. ഞാനൊരു കുട്ടിയായിരിക്കും, പാലൊരു 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം ഞങ്ങളുടെ അകന്ന ബന്ധുവും ഞങ്ങളുടെ ഒരു ലാൻഡ് ലോഡും കൂടിയാണ്. ഞങ്ങളുടെ തറവാട കന്യാധീനപ്പെട്ടു പോയപ്പോൾ അത് അദ്ദേഹമാണത് വാങ്ങിയിട്ട് ഞങ്ങളവിടെ താമസിക്കാൻ അനുവദിച്ചിരുന്നത്. അവിടുത്തെ എന്തെങ്കിലും ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ കൊണ്ടേ കൊടുക്കും. എൻ്റെ ഇളയച്ചൻ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോയപ്പോൾ കാണുന്നത്, അന്ന് തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെയൊക്കെ നിലനിൽക്കുന്ന MGR അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വന്നിരിക്കുന്നതാണ്. MGRന്റെ കൂടെ മുത്തയ്യ, നമ്മുടെ ജഗതിയൊക്കെ പോലുള്ള ഒരു ഹാസ്യകഥാപാത്രം, അദ്ദേഹം ഫോട്ടോജിക്കാരനാണ്. ഞാൻ കാണുന്നവരെ അവിടെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഡോക്ടർ DP ജോർജാണ് പിന്നീട് എൻ്റെ ഇളയച്ചനോട് താൻ ഹോമിയോപാത്തായി തീരാൻ കാരണക്കാരനായ ഈ സന്യാസി വൈദ്യനെ കുറിച്ച് പറയുന്നത്. ഈ ഡോക്ടർ DP ജോർജ് 80കളുടെ തുടക്കത്തിൽ മരിച്ചുപോയി. എൻ്റെ ഇളയച്ചൻ 2008 മരിച്ചു. ഇളയച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ, ഈ വൈദ്യനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാനോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായില്ല. അദ്ദേഹം വൈപ്പിങ്കര സ്വദേശിയാണെന്നറിയാം.
ഇദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നു, അറിയാം. കുടുംബം ഉപേക്ഷിച്ചാണ് ഹോമിയോപ്പതി സന്യാസത്തിലേക്ക് പോയത്. എങ്ങനെ ഹോമിയോപ്പതി പഠിച്ചു എന്നതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. കാരണം കൽക്കട്ടയിലെ ഹോമിയോപ്പതി പാരമ്പര്യം അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. അങ്ങനെ ആയിരിക്കും പോയത്. ഒരുപക്ഷെ രാമകൃഷ്ണ മിഷൻ വഴിയോ മറ്റൊക്കെ ആകാം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത്, ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, കെൻഡൻ ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയ മെഡിക്ക, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് കേട്ട് കണ്ട് പലരും വിളിക്കാറുണ്ട് എന്നെ. അങ്ങനെ വിളിച്ചൊരു ഡോക്ടർ പ്രവീൺ, അദ്ദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലും അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഹോമിയോപ്പതി കേരളത്തിൽ പ്രചരിച്ച വഴികളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് വന്നു. ഈ സന്യാസി അന്നത്തെ പ്രഗത്ഭരായ അലോപ്പതി ഡോക്ടർമാരെ പോലും സ്വാധീനിച്ച് ഹോമിയോപ്പതിയിലേക്ക് ആകർഷിക്കാൻ തക്ക കെൽപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഊര് അറിയാം, പേരറിയില്ല, ഒന്നും അറിയില്ല. ഞാനെക്കുറിച്ച് കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒന്ന് രേഖപ്പെടുത്തണം. ഒരുപാട് സ്ഥലത്ത് പോയി, നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടർ സലികുമാർ, ഡോക്ടർ ഷിബു, അങ്ങനെ പലരുമൊക്കെ ആയിട്ട് ചോദിച്ചു. അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പല സന്യാസിമാരുടെ കൂടെ അന്വേഷിക്കുന്നുണ്ട്. വലിയ അറിവൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഹോമിയോപ്പതി കേരളത്തിൽ പ്രചരിക്കാനിടയാക്കി നമുക്ക് അറിയുന്ന, നിങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന ഡോക്ടർ പടിയാര്, പട്ടേല്, പിന്നെ കോട്ടയത്തെ കുറിച്ചിയിലെ ഏതൊരു സന്യാസി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ മുഖ്യധാരയിൽ അറിയപ്പെടുന്നവർ കൂടാതെ സാറേ, സാർ ഉദ്ദേശിച്ചത് ആതിരസ്വാമിയെയാണോ? അതെ, അത് തന്നെ. അതെ, അങ്ങനെ സ്വാമി ആതിരദാസ്. അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? അവിടെ കോട്ടയത്ത്. കോട്ടയമല്ല, അദ്ദേഹം വൈപ്പിങ്കരയാണ്. വൈപ്പിങ്കര സ്വദേശിയാണ്. കാരണം പിന്നീട് ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഡോക്ടർ DP ജോർജ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ അന്വേഷിച്ചു പോയി. അവർ വളരെ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു. ഇദ്ദേഹം ഉള്ളപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന കാണിക്കുകയും മറ്റുമൊക്കെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത് സഹായിക്കുമായിരുന്നു. മരിച്ചതോടുകൂടി അവര് ഒന്നുമില്ലാതെയായി. പിന്നെ DP ജോർജാണ് കുട്ടികളെയൊക്കെ വളർന്നു വരാനും മറ്റുമൊക്കെ ജോലിയിലൊക്കെ തലക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലൊന്നും ഞാനിങ്ങനെ പറയുമ്പോൾ ഈ ആദിദാസിനെ കുറിച്ചൊക്കെ പലരും പറയും, പക്ഷെ ഈ വൈപ്പിങ്കരക്കാരനായ ഒരു സന്യാസിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരാളുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊരു അന്വേഷണത്തിലാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, വൈപ്പിൻ സ്വദേശിയാണ്, കുടുംബം ഉണ്ടായിരുന്നു, കുടുംബം വിട്ട് സന്യാസത്തിലേക്ക് പോയതാണ്. എറണാകുളത്ത് കളമശ്ശേരി, ഇന്ന് മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജിന്റെ സ്ഥലത്തായിരുന്നു. അവിടുത്തെ വനപ്രദേശത്തായിരുന്നു ആശ്രമം. ഇപ്പോഴും അവിടെ കുറെ പ്രദേശം വനപ്രദേശം തന്നെ ഉണ്ട്. അവിടെയായിരുന്നു ആശ്രമം. സ്വാമിക്ക് കുടുംബം ഇല്ലായിരുന്നു. എങ്ങനെ? ആതിരദാസ് സ്വാമിക്ക് കുടുംബം ഇല്ലായിരുന്നു. ചങ്ങനാശ്ശേരി കോട്ടയമാണ് ബേസ്. അദ്ദേഹമാണെന്ന് പലരും പറഞ്ഞു, പക്ഷെ അദ്ദേഹമല്ല. കാരണം വൈപ്പിൻ സ്വദേശിയാണ്, കുടുംബം ഉണ്ടായിരുന്നു, കുടുംബം വിട്ട് സന്യാസത്തിലേക്ക് വന്ന. അപ്പൊ എൻ്റെ ഒരു അലംഭാവം കൊണ്ട് ഞാൻ എൻ്റെ ഇളയച്ചൻ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും അന്വേഷിച്ചാൽ ചിലപ്പോൾ കുറച്ചൊക്കെ അറിയാമായിരുന്നു. പിന്നെ DP ജോർജ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എടുത്തു വളർത്തിയൊരു മകളുണ്ടായിരുന്നു. അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ഒരു മാതൃഭൂമിയിലെ ഒരു ജേർണലിസ്റ്റിനെ വിവാഹം കഴിച്ച് പോയെന്നല്ലാതെ ഞാൻ അന്വേഷിച്ചിട്ടൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ ആളുകളുണ്ട്. അവരെ കേരളത്തില് DP ജോർജിനെ പോലുള്ള ആളുകളെ MGRനെയും മറ്റുമൊക്കെ ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ പ്രാപ്തനായ ഒരു ഹോമിയോപാത്തായിട്ട് മാറ്റിയ ഈ ഒരു സന്യാസി, ഒരു ഡോക്ടർ, ഇപ്പൊ അന്ന് വൈദ്യരെന്നാണല്ലോ വിളിക്കുന്നത്, വൈദ്യരസ്വാമി എന്ന മറ്റേ അദ്ദേഹത്തെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പലരും ഉണ്ട്. അതേപോലെ ഒരു ക്രിസ്ത്യൻ സന്യാസിയുണ്ട്. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നമുക്ക് കിട്ടി. അദ്ദേഹം ബെൽജിയത്തിൽ നിന്ന് ഇവിടെ വന്നാണ്. ഈ കർമ്മലീത്ത സഭ എന്ന് പറഞ്ഞ ഈ കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് അരെ ബെൽറ്റൊക്കെ കെട്ടി നടക്കുന്ന ഒരു OCD ക്രിസ്ത്യൻ കാത്തലിക് സന്യാസിമാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു ബ്രദറായിട്ട്, വൈദികനായില്ല, ബ്രദർഹുഡ്. അദ്ദേഹം ഇവിടെ കൊച്ചിയിലെ രാജാവിന്റെ ഭാര്യയ്ക്ക് വിട്ടുമാറാത്ത വയറുവേദന വന്നപ്പോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ അന്നത്തെ കൊട്ടാരം വൈദ്യന്മാരെ കൊണ്ടുവന്നിട്ട് മാറാതെ ഈ സന്യാസി, ആരോ പറഞ്ഞു കേട്ട് സന്യാസി എന്ന് അദ്ദേഹം ഒറ്റ ഡോസ് കൊടുത്തു, മാറി. കിടന്ന് ഉരുളുകയായിരുന്നാ പറയുന്നത്. ഈ രാജ്ഞി കൊടുത്തു, 10 മിനിറ്റ് വാച്ച് ചെയ്ത് മാറി. കുറച്ച് ദിവസം കൊട്ടാരത്തിൽ താമസിച്ചു. പോകാൻ നേരത്തെ എന്തെങ്കിലും പ്രതിഫലം വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം സ്വീകരിച്ച സന്യാസി, ഞങ്ങൾ സന്യാസിമാരെ സ്വീകരിക്കാറില്ല. നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ
ഞങ്ങൾ കുറച്ച് സന്യാസിമാരുണ്ട്, ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ഇത്തിരി ഭൂമി കിട്ടിയാൽ കൊള്ളാം. ഞങ്ങളിപ്പോൾ തിരുവോരത്ത്, ഇപ്പോഴത്തെ വരാപ്പുഴ ഭാഗത്ത് ഒരു തിരുവോരത്ത് ജീവിക്കുകയായിരുന്നു കൂടുതൽ കിട്ടിയിട്ട്. അങ്ങനെ അവർക്ക് ഈ കളമശ്ശേരിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് FACT അടുത്ത് അന്നൊരു മലവാരം തന്നെ അവർക്ക് പതിച്ചു കൊടുത്തു രാജാവ്. അപ്പൊ അവിടെ മഞ്ഞുമൽ പ്രോവിൻസ് വന്നാൽ, മഞ്ഞുമൽ പ്രോവിൻസിൽ ഞാൻ കഴിഞ്ഞ മാസം പോയി. അവിടെ ഈ സന്യാസിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു. അവിടെ എല്ലാം റെക്കോർഡാണ്, എല്ലാം റെക്കോർഡാണ്. ചികിത്സിച്ച കഥകളും എല്ലാം അതിനകത്തുണ്ട് കാര്യമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച്, ഈ സന്യാസിയെ കുറിച്ച് യാതൊരു വിവരമില്ല. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ തരിക. ഞാൻ എൻ്റെ ഒരു അടുത്ത പുസ്തകം അതാണ്, കേരളത്തിൽ ഹോമിയോപ്പതി പ്രചരിക്കാൻ ഇടയാക്കിയ ഇത്തരം അറിയപ്പെടാത്ത മഹത്തുക്കള്, അവരെ കുറിച്ച്. അപ്പൊ ഈ ഒരു ഡോക്ടർമാരുടെ ദിനത്തിൽ അവരെയൊന്നും ആരും ഡോക്ടർ എന്ന് വിളിച്ചിട്ടുണ്ടാവില്ല, സന്യാസി എന്നാണ് വിളിക്കുന്നത്, അല്ലെ അപ്പോത്തിഗിരി. അപ്പോ അത്തരം ഡോക്ടർമാർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നന്ദി. വളരെ രസകരമായിരുന്നു. അങ്ങ് വളരെ പാണ്ഡിത്യത്തിന്റെ പരമകോടിയിലാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങേപ്പോലുള്ളവരുടെ പ്രഭാഷണങ്ങൾ തീർച്ചയായിട്ടും IFPH ആവശ്യമുണ്ട്. എന്നാണ് സമയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരിക. രാമകൃഷ്ണ പരമഹംസന്റെ കഥ പറയും, അതായത് ഉപ്പുവാ കടലളക്കാൻ പോയെന്ന് പറയും. അവസാനം കടലിലെ ഉപ്പായി പോയി എന്ന് പറഞ്ഞവരെ ഹോമിയോപ്പതി അളക്കാൻ വന്നവരൊക്കെ ഹോമിയോപ്പതിക്കാരായിട്ട് മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേരെടുക്കാൻ പോയവർ ഇരട്ട പറ്റൂ എന്ന് പറയും. അതാണ് സംഭവിക്കുന്നത് പലപ്പോഴും, ഹിയറിംഗിന്റെ കാര്യം ഉൾപ്പെടെ. ഓക്കെ, നമുക്ക് അടുത്തത് നമ്മുടെ സെക്രട്ടറി കിരൺ ചന്ദ്രൻ ക്ഷണിക്കുന്നു. കിരൺ ചന്ദ്രൻ അൺമ്യൂട്ട് ചെയ്യാമോ? നേരത്തെ കോഹോസ്റ്റ് ഇടയ്ക്ക് പുറത്തു പോയായിരുന്നോ? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എല്ലാവരും ഒത്തുചേർന്നതിന് നന്ദി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. കോവിഡിന് ശേഷം ഇതുവരെ എഴുതപ്പെട്ട ആരോഗ്യ നിർവചനങ്ങൾ മാറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ IFPH ഒരു ചരിത്ര രേഖയായി മുന്നേറും. അതിന്റെ ഭാഗമാകാൻ ഈശ്വരൻ എന്നെ അനുവദിച്ചതിന് നന്ദി. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാനൊരു ഹോമിയോ ക്ലിനിക്ക് കാണുന്നത് എൻ്റെ കുടുംബത്തിലാണ്. എൻ്റെ അമ്മായി ഡോക്ടർ സതി, പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ അറിയപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യനാണ്, മൺമറഞ്ഞു അദ്ദേഹത്തിന്റെ മകൾ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഹോമിയോ മരുന്ന് സ്വീകരിച്ചത് അവിടെ നിന്ന്. അതിനുശേഷം എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഈ ഹോമിയോപ്പതി എന്താണെന്ന് അറിയില്ല. ഹോമിയോപ്പതിക്ക് എതിരായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഞാൻ പോയി. ഹോമിയോപ്പതി വളരെ തെറ്റാണ് എന്നുള്ള പ്രചാരണം നടത്തുന്ന ഒരു സംഘടനയുടെ ഭാഗമായി മാറി. തിരിച്ചുള്ള വരവ് എൻ്റെ മകളിലൂടെ ആയിരുന്നു. മകൾക്ക് ശ്വാസമുട്ടുള്ള ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആദ്യമായി ഇൻഹേലർ തെറാപ്പി, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അതൊക്കെ നോക്കി, എന്നിട്ടും ഫലവത്തായില്ല. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അനിൽകുമാർ സാറിനെ പരിചയപ്പെടുന്നത്. മകളുടെ ചികിത്സാർത്ഥം ഹോമിയോപ്പതിയിലേക്ക്. അതിലുണ്ടായ മാറ്റം ചെറുതല്ല, വളരെ വലുതാണ്. ഇത് എന്നില് വളരെയധികം സ്വാധീനം ചെലുത്തി. അത് തുടരെ എന്നെ മുന്നോട്ട് പോകാനായിട്ട്, ഈ സംശയം ഉണ്ടാവുന്ന സമയങ്ങളിലെല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, എനിക്ക് എവിടെ എനിക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് സംശയം തോന്നുന്നു, അവിടെ ഏതെങ്കിലും ഒരു രോഗാവസ്ഥ എന്നിൽ ഈശ്വരൻ സൃഷ്ടിച്ചുകൊണ്ട് ഹോമിയോപ്പതി മെഡിസിൻ സ്വീകരിച്ചുകൊണ്ട് ആ ചികിത്സയ്ക്ക് ഒരു മാറ്റം എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം എന്നെ മനസ്സിലാക്കുന്ന അവസ്ഥയിലൂടെയാണ് എന്നെ കൊണ്ടുപോയത്. അത് ഞാനൊരു തൊണ്ടയിൽ ഒരു മുള്ളു കുരുങ്ങി ആശുപത്രിയിൽ എത്തിയതാവട്ടെ, എനിക്ക് കണ്ണിന് അസുഖം വന്നതാവട്ടെ, എൻ്റെ ഈ ഇടയ്ക്ക് ഇന്നലെ ഇപ്പോഴും ഞാൻ ഒരു പല്ലുവേദന ഉണ്ടായിരുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് ഞാനത് ശരിക്കും ആലോചിക്കുകയായിരുന്നു, എന്തിനാണ് എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ എന്നെ കൊണ്ടുപോകുന്നത്. ഒരു കാരണവുമില്ലാതെ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് പല്ലുവേദന വീണ്ടും വന്നു. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചു. ആ മരുന്ന് എടുത്തിട്ടാണ് ഇതിൽ എന്തിനങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കൊരു അർത്ഥം അതിന് ഞാൻ കാരണം കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻ എടുക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പേ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആ മരുന്ന് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. അത് ഇന്നത്തെ ദിവസം എനിക്ക് തന്നതിന് ഡോക്ടറും ഈ ശാസ്ത്രം കണ്ടുപിടിച്ച ഡോക്ടർ ഹാൻമാനോടും അതിന് കാരണക്കാരായി അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഡോക്ടർമാരോടും
ആത്മാർത്ഥമായ നന്ദി എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അതിന് നിമിത്തമായ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഇനിയും ഞാൻ എൻ്റെതായ രീതിയിൽ ഈ ശാസ്ത്ര സത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇനി വ്യക്തിപരമായി പല കിട്ടാവുന്ന വലിയ വലിയ അവസരങ്ങൾ ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വേദനയില്ല, ബുദ്ധിമുട്ടില്ല. ഞാനിത് ഈ എന്നിലുണ്ടായ അനുഭവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കും. നാളെ നമ്മുടെ ഹാനിമാൻ ഡോക്ടറുടെ അദ്ദേഹം സ്വതരായ ദിവസമാണ്. അപ്പം അതും കൂടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ഒരു ദിവസം എല്ലാവർക്കും, എല്ലാ ഡോക്ടർമാരും, ലോകത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. വളരെ നന്ദി ശ്രീ കിരൺചന്ദ്. മതിരിക്കുന്ന ഭാഷയുള്ള വളരെ ഹ്രസ്വമാണെങ്കിലും ആഴത്തുള്ള പ്രഭാഷണമായിരുന്നു. പരിപാടി അവസാനിക്കുന്ന സമയമായി വരുന്നു. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്ന് മനോഹരൻ സാറിന്റെ സാന്നിധ്യം തന്നെയാണ്. സാറിനെ ക്ഷണിക്കുന്നത്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? അത് കഴിഞ്ഞ് നന്ദി പറയലിലേക്ക് പോകാം. മനോഹരൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ചെയ്യാം സാർ. ഡോക്ടറെ പറയൂ സാർ. ഹോമിയോപ്പതി പറയുമ്പോൾ എൻ്റെ ജീവൻ പോലെയാണ് ഡോക്ടറെ. എല്ലാവർക്കും നന്മ മാത്രം കാണുന്ന ഡോക്ടർമാരുടെ ഒരു കൂട്ടമാണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ആ സയൻറ്റിസ്റ്റിനെ ഞാൻ കാണുന്ന സാറിൻ്റെ ആ ഒരു സന്യാസിയായിട്ടുള്ള അദ്ദേഹം ഹോമിയോപ്പതി കൂടി അവിടെ സൃഷ്ടിച്ച ആ ആശ്വാസം നമ്മളെ ഓരോരുത്തരെ അതേപോലെ നൂറുകണക്കിന് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനത് നിർത്തുന്നു. എല്ലാ ഭാവുകങ്ങളും ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് കിട്ടട്ടെ. ഈ സമൂഹത്തിന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും കിട്ടാൻ ഹോമിയോപ്പതിയിൽ കൂടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ, അങ്ങ് പങ്കെടുത്തതിന്. മറിയാമ്മ ഡോക്ടറെ നമുക്ക് നന്ദി പറയാനേ ഡോക്ടർ മറിയാമ്മ ഞാൻ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ. IFPH കുടുംബത്തിലെ കർമ്മ നിരതരായ എല്ലാ ഹോമിയോ ഡോക്ടർമാർക്കും ഡോക്ടേഴ്സ് ദിനാശംസകൾ. IFPH നടത്തിയ ഡോക്ടേഴ്സ് ദിന പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച IFPHന്റെ പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ആദരണീയനായ ഡോക്ടർ ഇസ്മയിൽ സൈദ് സാറിന് IFPHന്റെയും ഈ ദിനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഞാൻ അറിഞ്ഞ ഹോമിയോപ്പതി അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഹോമിയോപ്പതി റിസർച്ചിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യകതയെക്കുറിച്ചും IFPHലെ ഡെഡിക്കേറ്റഡ് ആയ ടീമിനെ അനുസ്മരിക്കുകയും IFPHന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്ത IFPHന്റെ അഡ്വൈസർ കൂടിയായ ശ്രീ ഫരീദ് ബാവ ഖാൻ സാറിന് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ചിക്കൻ ബോക്സിന് കഴിച്ച മധുര ഗുളികയുടെ ഓർമ്മയിലോട് ഹോമിയോപ്പതിയിലേക്ക് കടന്നു വരികയും ഒരു ഗവേഷകൻ എന്ന നിലയിൽ ഹോമിയോപ്പതി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറുമെന്ന് പറയുകയും ഹോമിയോപ്പതി ഒരു ഫ്യൂച്ചർ സയൻസായി വിശേഷിപ്പിക്കുകയും ചെയ്ത, മാത്രമല്ല ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയും ചെയ്യുന്ന റിട്ടയർ അധ്യാപകനും അവാർഡ് ജേതാവും ഹോമിയോപ്പതി സ്നേഹിയുമായ ശ്രീ കൃഷ്ണദാസ് പൈലരി സാറിന് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഞാൻ അറിഞ്ഞ ഹോമിയോപ്പതിയെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൈപ്പിൻ സ്വദേശി ഹോമിയോപ്പതി സന്യാസി ഡോക്ടറെ കുറിച്ചും രാജ്ഞിയെ ചികിത്സിച്ച ക്രിസ്ത്യൻ സന്യാസിനെ കുറിച്ചും അന്വേഷിക്കുകയും ഹോമിയോപ്പതി കേരളത്തിൽ പ്രചരിപ്പിച്ച ഈ ഹോമിയോപ്പതി വൈദ്യന്മാരെ കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കുകയും ചെയ്യുന്ന IFPHന്റെ കുടുംബത്തിലെ ഒരു അംഗവും ശാസ്ത്രജ്ഞനും കൂടിയായ ശ്രീ PV ആൽബി സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഹോമിയോപ്പതി കുടുംബത്തിൽ നിന്നും ഹോമിയോപ്പതിയെ അറിഞ്ഞെങ്കിലും പിന്നീട് ഹോമിയോപ്പതിക്ക് എതിരായി തീരുകയും മകളുടെ ചികിത്സയിലൂടെ ഹോമിയോപ്പതി വിശ്വാസിയായി തീരുകയും
തുടർന്ന് ഹോമിയോപ്പതി ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കണമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത IFPHന്റെ പ്രിയ സെക്രട്ടറി ശ്രീ കിരൺ ചന്ദിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഹോമിയോപ്പതി തന്റെ ജീവൻ തന്നെയാണെന്നും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നന്മ ആശംസിക്കുകയും ചെയ്ത മനോഹരൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിന പ്രത്യേക പരിപാടിയുടെ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുകയും ഹോമിയോപ്പതി ഭാവിയിൽ മോസ്റ്റ് മോഡേൺ മെഡിസിൻ ആയിരിക്കുമെന്ന് അതിധൈര്യമായി പ്രസ്താവിക്കുകയും ചെയ്ത IFPHന്റെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാർ ഡോക്ടർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഡോക്ടേഴ്സ് ദിന പ്രത്യേക പരിപാടിയുടെ മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും ശാരദ കൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ടീച്ചിങ് ഫാക്കൽറ്റിയുമായ GS മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ 1230 പ്രതിദിന സൂം വെബിനാറിൽ നടത്തപ്പെട്ട ഡോക്ടേഴ്സ് ദിന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വിജയകരമാക്കിയ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. വേദന അനുഭവിക്കുന്ന മനുഷ്യരാശിയുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ ഹോമിയോപ്പതി ഡോക്ടർമാരായി നമ്മെ തിരഞ്ഞെടുത്ത ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. ഇപ്പൊ ഇന്ന് വൈദ്യന്മാരുടെ ദിനമാണ്, ഡോക്ടേഴ്സ് ദിനമാണെങ്കിൽ നാളെ ഒരു അപൂർവ വൈദ്യൻ ദിനമാണ്, ഡോക്ടർ സാമുൽ ഹനുമാന്റെ ചരമദിനം. നമ്മൾ സമുചിതമായി തന്നെ ആചരിക്കുന്നുണ്ട്. എല്ലാവരെയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.